കാക്കോ ഇന്നെന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൗദി സ്റ്റൈലിലുള്ള സാൻഡ്വിച്ച് ആണ്. അതിൽ താമിയ ചേർത്തുള്ളതുണ്ട്, താമിയയും ചിക്കനും ചേർത്തിട്ടുള്ളതുണ്ട്, വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. അതേപോലെ അത് മുട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കാം. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ചിക്കൻ കൊണ്ടുള്ളതാ? ഇപ്പോൾ ചിക്കനും താമിയയും ഉണ്ടാക്കിയിട്ട് രണ്ടും പാടെ മിക്സ് ചെയ്ത് ചെയ്യണമുണ്ട്, ചിക്കൻ കൊണ്ട് ചെയ്യണമുണ്ട്. അങ്ങനെ 2 ഐറ്റം ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെജീസ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കന്, കക്കരി, ഇത്രയും വെജീസാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ മയോണൈസിക്കുള്ളതാണ്, ടൊമാറ്റോ മയോണൈസിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഇതിലേക്കുള്ള ചിക്കന് ആദ്യം നമ്മൾ വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചിക്കനൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ അതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ വെജീസും നമ്മൾ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കനും നല്ലോണം ചെറിയതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ താമി ഉണ്ടാക്കിയെടുക്കലാണ്. താമി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മളിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗൾഫ് സ്റ്റൈൽ ഷവർമ റോളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് താമി അതിലേക്ക് ഫില്ലിങ്സിനായിട്ട് വേണം കേട്ടോ. അപ്പോൾ അതിനായി നമ്മൾ താമി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കറക്റ്റായിട്ട് താമി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ താമിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളിതിലേക്കുള്ള ചിക്കന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചതവ് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയും ചതവ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വന്നതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി, മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറിയ രീതിയിലൊന്ന് വാടിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയിൽ ചിക്കൻ നല്ലോണം വാടി വരണം കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം നമ്മളതിലേക്ക് ആ മസാലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് തക്കാളിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ചിക്കനും മസാലയും നല്ലോണം ആയി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മയോണൈസ് റെഡിയാക്കി എടുക്കൽ ഇങ്ങനെയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സുർക്കയും കൂടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയാണ് നമ്മൾ മയോണൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് അടിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് വട്ടം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മൾ അങ്ങനെയാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മയോണൈസിന്. ഇനിയിപ്പോൾ ഇതാ ഫില്ലിങ്സിക്കുള്ള വെജിറ്റബിൾസ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ വെജിറ്റബിൾസും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ അതല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളിതിന് ഫില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുബൂസ് എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് കുബൂസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കുബൂസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ കുബൂസിൻ്റെ മുകളിലേക്ക് മയോണൈസാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. നല്ലോണം അതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ താമിയ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ താമിയൻ്റെ മുകളിലേക്കായിട്ട് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണൈസും ഒഴിച്ചു കൊടുക്കുക.
ഇനി അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മയോണൈസും ടൊമാറ്റോ സോസും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാ ഫില്ലിങ്സും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് റോൾ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ ഇല്ലാതെ വെറും വെജിറ്റബിൾസാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് താമി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണൈസും ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കും കുറച്ച് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ചിക്കന് വേണ്ട വെറും വെജീസാണ് വേണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനും വെജിറ്റബിൾസും മിക്സ്ഡ് അല്ലാതെ വെറും ചിക്കനോണ്ടാണ് വേണതെങ്കിൽ ഇതുപോലെ മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മയോണൈസും ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ താമിയ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ ടൊമാറ്റോ സോസും മയോണൈസും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെറും ചിക്കനോണ്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ 3 രീതിയിലും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ ഫില്ല് ചെയ്താലും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് ചിക്കനും വെജിറ്റബിൾസും മിക്സ്ഡ് ആയിട്ട് ഫില്ല് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാതും നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗൾഫ് സ്റ്റൈൽ ഷവർമ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.